തമിഴ്നാടിനെ ഇളക്കി മറിച്ചുകൊണ്ടാണ് ബി.ജെ.പി. അവിടെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ തമിഴ്നാടിനെ ഒന്ന് ഉഴുതുമറിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാനുള്ളത്. അത് ED ഉപയോഗിച്ചായാലും അതല്ല മറ്റ് ഏജൻസികളെ ഉപയോഗിച്ചായാലും ഒക്കെ ഭരണകക്ഷിയിലെ DMK-യിലെ നേതാക്കന്മാരെ കുരുക്കിടുന്നു. അര ഡസനോളം മന്ത്രിമാർ ഇവരുടെ റഡാറിലുണ്ടെന്നാണ് പറയുന്നത്. ED-യുടെയൊക്കെ കള്ളപ്പണം വെളുപ്പിക്കൽ. അതിൽ 1-2 മന്ത്രിമാരെയൊക്കെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതും കേസെടുക്കുന്നതും റെയ്ഡ് നടത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇനിയും ഉണ്ട് 4-5 പേര് ഇനിയും അവരുടെ റഡാറിലുണ്ട് എന്നൊക്കെ ആണ് അവിടെ നിന്നറിയാൻ കഴിയുന്ന വിവരങ്ങൾ. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട ആളുകളായിട്ടുള്ള സ്റ്റാലിനും ഉദയനിധിയും അവരെ ടാർഗറ്റ് ചെയ്തിട്ട് അമിത്ഷായുടെ സംഘം നിൽക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്ന പോലെ തന്നെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള എങ്ങനെയാണോ DMK-നെ എതിർക്കുന്നത് അതിന് ആനുപാതികമായിട്ട് തന്നെ ഇവർക്ക് അനുകൂലമാക്കാനുള്ള ഘടകങ്ങൾ കൂടെ ഇവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് AIADMK ആയിട്ടുള്ള സഖ്യം കഴിഞ്ഞ ദിവസം അവർ പ്രഖ്യാപിച്ചു. അപ്പോൾ AIADMK-ക്ക് ഈ BJP ആയിട്ട് കൂട്ടുചേരണം എന്നുള്ള യാതൊരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ വേറെ നിവൃത്തിയില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടപ്പാടി പളനിസ്വാമിയും കൂട്ടരും വൃത്തിയുള്ള കൈയൊന്നുമല്ല അവരും കളങ്കിതരാണ്. അവരും അഴിമതിയും കാര്യങ്ങളും ഈ ടാസ്മാക്ക് ബിവറേജസിൻ്റെ അഴിമതിയൊക്കെ ആയി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഫയലുകളൊക്കെ ഇവരുടെ ടേബിളിലുണ്ട് സത്യത്തിൽ. അപ്പോൾ അതൊക്കെ വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് AIADMK ആയിട്ടുള്ളൊരു സഖ്യം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. AIADMK ആയിട്ട് BJP സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, മുമ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഇവർക്ക് നേട്ടം കൊയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങൾ പോകുന്നത്. DMK അഴിമതിയിൽ കുളിച്ച് നിൽക്കുകയാണ്. ഉദയനിധി സ്റ്റാലിനും ഒക്കെ അടങ്ങുന്ന ഈ ബാലാജിയും അങ്ങനെ ഈ KN നെഹ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അയാളുടെ വീട്ടിലാണ്, മന്ത്രിയാണ്, അയാളുടെ വീട്ടിലാണ് റെയ്ഡ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് കണക്കിൽപ്പെടാതെ സ്വത്ത് കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ അവിടെ ഈ ടാസ്മാക്കുമായി ബന്ധപ്പെട്ട് അമിത്ഷാ തന്നെ പറയുന്നു 39,000 കോടി രൂപയുടെ അഴിമതിയെന്ന്. അത് ഇവർ ഭരിച്ച ഈ സമയത്താണ്. അതിന് മുമ്പും ഈ സംഗതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. AIADMK-യുടെ കാലത്ത് നടക്കുന്നത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ആ ഫയൽ മൂപ്പര് വെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടാവും AIADMK-നെ വരട്ടെ നിർത്താൻ വേണ്ടിയിട്ട്. ബാക്കി നമുക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ഫയൽ എടുത്ത് ഇങ്ങനെ പ്രയോഗിക്കുക എന്നുള്ളതാണല്ലോ തന്ത്രം. അപ്പോൾ അത് എല്ലായിടത്തും എല്ലാ കാലത്തും അവർ പ്രയോഗിക്കുന്ന ആ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ AIADMK-നെ മൊത്തത്തിൽ വിഴുങ്ങാണോ അല്ലെങ്കിൽ തമിഴ്നാട്ടിന് തന്നെ മൊത്തത്തിൽ വിഴുങ്ങാനുള്ള തയ്യാറെടുപ്പാണോ അമിത്ഷാ നടത്തുന്നത് എന്നാണ് ശങ്കിക്കുന്നത്. അണ്ണാമലയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി തമിഴ്നാട് ലീഡറായിട്ട് ഇരുന്ന അണ്ണാമലൈ വന്ന ശേഷമാണ് BJP-ക്ക് തമിഴ്നാട്ടിൽ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞതും 3% വോട്ട് വിഹിതം 10% വരെ എത്തിച്ചതെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ ആ ഓളം അവസാനിപ്പിക്കാനുള്ള കാരണം അല്ലെങ്കിൽ അണ്ണാമലൈ സൈഡാക്കാനുള്ളതായ കാരണം എടപ്പാടി പളനിസ്വാമിയാണെന്നും പറയുന്നുണ്ട്. കാരണം എടപ്പാടിയെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ അഴിമതിയൊക്കെ മൂപ്പര് വെട്ടി തുറന്ന് പറയുന്ന ആളാണ്. അപ്പോൾ നിരന്തരം ഇങ്ങനെ DMK-യെ ഉപദ്രവിക്കുന്ന പോലെ തന്നെ DMK-യും ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആളാണ് അണ്ണാമലൈ. അപ്പോൾ അണ്ണാമലയോടുള്ള ഒരു വിദ്വേഷം കാരണം അണ്ണാമലൈ മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കാമെന്നൊക്കെ മൂപ്പര് ഡിമാൻഡ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അയാളെ മാറ്റി ഇപ്പോൾ നയിനാർ നാഗേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് നേരത്തെ AIADMK-യുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ജയലളിത മന്ത്രിസഭയിലും പന്നീർസെൽവം മന്ത്രിസഭയിലൊക്കെ മന്ത്രിയായിട്ടുള്ള നയിനാർ നാഗേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് പൊതുവെ ഒരു ശാന്ത സ്വഭാവക്കാരനാണ്. അങ്ങനെയാണ് BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അണ്ണാമലയോളം വരില്ലെങ്കിലും അണ്ണാമലയോളം തീർച്ചയായും വരില്ല. അണ്ണാമലൈ IPS ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ പവർ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് ആ വോട്ട് വീതം അങ്ങനെയാണ് ഉയർത്താൻ കഴിഞ്ഞത്. അയാളുടെ വർത്തമാനങ്ങളും സ്ട്രൈറ്റ് ആൻഡ് ഫോർവേഡ് എന്നുള്ള ലൈനപ്പ് ഒക്കെ തന്നെ യുവജനങ്ങളെയൊക്കെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട് അവിടെ ഒരുവിധം ആളുകളൊക്കെ. അപ്പോൾ അത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അമിത്ഷായ്ക്ക് തീർച്ചയായും മനസ്സിലാവും BJP-ക്ക് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആരെങ്കിലും ശക്തമായിട്ടുള്ള ഒരു ലിങ്ക് അല്ലെങ്കിൽ കൂട്ടണി ഉണ്ടെങ്കിൽ അവിടെ മുന്നോട്ട് പോകാൻ പറ്റുമോ, എന്തെങ്കിലും നേടാൻ പറ്റും. അപ്പോൾ 2026 തമിഴ്നാട് പിടിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഇപ്പോൾ അമിത്ഷായുടെ തലയിലുള്ളൂ അല്ലെങ്കിൽ BJP-യുടെ തലയിലുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇവർക്ക് എങ്ങനെയാണ് ഏതൊക്കെ തരത്തിൽ അവിടെ ഇളക്കി മറിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ ഇവർക്ക് സംഗതികൾ അനുകൂലമാക്കാൻ പറ്റുമോ അത് എല്ലാ വഴികളും ഉപയോഗിച്ചുകൊണ്ട് തമിഴ്നാട്ടിനെ പിടിച്ചടക്കുക എന്നുള്ളൊരു ലൈനിലേക്കാണ് ഇപ്പോൾ BJP വന്നിരിക്കുന്നത്. അതിനാണ് ഈ ഏജൻസികളൊക്കെ കയറൂരി വിട്ട് ഇരിക്കുന്നത്. എല്ലാ ഫയലും ഉണ്ട്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടെ അടുക്കുന്ന ഈ ഒരു വർഷത്തിനിടയ്ക്ക് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ.
ഡയറക്റ്റ് അറ്റാക്ക് ഡി എം കെ ആണ്. ഡി എം കെയോടും സ്റ്റാലിനോടും ഉദയനിധിൻ്റെ പേരൊക്കെയാണ് പറഞ്ഞിട്ടാണ്. സാധാരണ ഇത്തരം പ്രസ്താവനകളിലൊന്നും ഉദയനിധിയുടെ പേര് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഉപമുഖ്യമന്ത്രിയാണ് ഇപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കൂടെ ഈ അഴിമതി കഥകളിൽ പൊങ്ങി വരാൻ തുടങ്ങിയിരിക്കുന്നു അമിത്ഷാ പറയുന്നു. അമിത്ഷാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാതെ മൂപ്പർ പറയില്ല. മൂപ്പർക്ക് ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തെറ്റുകാരാണ്. അപ്പോൾ അമിത്ഷാ കേന്ദ്ര ഏജൻസിയെ വെച്ച് നടപടി എടുക്കുന്നത് ശരിയാണ്. പക്ഷേ അത് എല്ലാവർക്കും ബാധകമാക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് എങ്ങനെ അനുകൂലമാക്കാം എന്നാണല്ലോ അവർ ഏജൻസികളെ വെച്ച് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കുന്നത്. അവിടെയാണല്ലോ പ്രശ്നം. അല്ലെങ്കിൽ ഇത് പൊതുവെ എല്ലാ കള്ളന്മാരെയും പിടിക്കുന്ന പോലീസാണെങ്കിൽ നമുക്ക് വിശ്വസിച്ചേനെ. പക്ഷേ ഇതാണ് കഥ. ആരെയാണോ അവർ ടാർഗറ്റ് ചെയ്യേണ്ടത് അവരുടെ ഫയൽ മാത്രം, അല്ലെങ്കിൽ അവരെ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇവരുടെ ഉദ്ദേശം. അപ്പോൾ ബാധിക്കാൻ പോകുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെറുകിട പാർട്ടികൾ കുറേ ഉണ്ട്. ഒന്ന് വിജയ്, സീമാൻ, അങ്ങനെ ഈ രണ്ട് കക്ഷിയിലും രണ്ട് സഖ്യത്തിലും ചേരാതെ നിൽക്കുന്ന കക്ഷികൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഒരു വലിയ മാജിക്ക് തമിഴ്നാട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ വിജയ്ക്ക് ഒരു മാസീവായിട്ടുള്ള ഒരു ചാൻസ് അവിടെ കാണുന്നുണ്ട്. കാരണം ഒന്നാമത് ഡി എം കെ അഴിമതിയിൽ കുളിച്ച് നിൽക്കുന്നു, രണ്ടാമത് എ ഡി എം കെ ആണുള്ളത്. എ ഡി എം കെ ബി ജെ പി ആയിട്ട് ഈ മതതീവ്രവാദം എന്ന് പറയുന്ന മതതീവ്രവാദികളുമായിട്ട് കൂട്ടുകൂടിയിരിക്കുന്നു. അവിടെ ബി ജെ പി ഒരു തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നുണ്ട് മഹാഭൂരിപക്ഷം ജനങ്ങളിൽ. അപ്പോൾ ആ ഒരു ഘടകം മുന്നിൽ നിർത്തിയിട്ട് എ ഡി എം കെയും സൈഡാകുന്നു എന്ന് കരുതിയാൽ പിന്നെ ആശ്രയിക്കാനുള്ളത് സീമാനും വിജയാണ്. സീമാൻ്റെ ഈ വർത്തമാനവും അഗ്രസീവ്നെസ്സും ഒക്കെ കുറച്ച് പേർക്ക് ഇഷ്ടമാണെങ്കിലും അത് വിജയ് വന്നതോടുകൂടി ഒരു കൂട്ടം വിജയൻ്റെ കൂടെ വന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് അടുത്ത കാലങ്ങളിൽ കാണാൻ കഴിയുന്നത്. ചെറുപ്പക്കാരാണ് സീമാൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ സീമാൻ വിജയനെ നിരന്തരം വിമർശിക്കുന്നത് കണ്ടിട്ട് അതിൽ നിന്ന് കുറേ പേര് ഇങ്ങനെ മാറി ഈ വിജയുടെ പാർട്ടിയിലേക്ക് ചേരുന്ന കഥകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഫാക്ടർ ആണെങ്കിൽ ഈ ഡി എം കെയിലുള്ള അതൃപ്തിയുള്ള ആളുകൾ, അല്ലെങ്കിൽ എ ഡി എം കെ ഈ ബി ജെ പിയോട് ചേർന്നതിൽ അതൃപ്തിയുള്ള വോട്ടർമാർ, സ്വാഭാവികമായിട്ടും പുതിയ തലമുറയിലുള്ള വിജയ ആരാധകരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആരാധകർ, ഇതെല്ലാം ഒരു വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടാൽ ഒരുപക്ഷെ ത്രികോണ മത്സരം നടക്കുന്ന തമിഴ്നാട്ടിൽ വിജയ്ക്കും വലിയൊരു സ്കോപ്പ് കൂടെ കാണുന്നുണ്ട്. അതല്ല, അമിത്ഷാ കണ്ടെയ്നർ കണക്കിന് പണം കൊടുത്ത് വോട്ട് രാഷ്ട്രീയം പറയുന്ന അവിടുത്തെ പണം കൊടുത്ത് വാങ്ങിക്കുന്ന വോട്ടുകളാണ്. അപ്പോൾ പണത്തിനൊന്നും അമിത്ഷായ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. എവിടെ നിന്ന് വേണമെങ്കിലും ആര് വേണമെങ്കിലും കൊടുക്കാനും, അല്ലെങ്കിൽ ഉള്ള ബോണ്ടുകൾ തന്നെ ധാരാളം കൊടുത്തു വെച്ചിട്ടുണ്ട്. ബോണ്ടാക്കിയിട്ടാണല്ലോ വെച്ചിട്ടുണ്ട്. മറ്റു പാർട്ടികൾക്ക് ഉള്ള എല്ലാ സോഴ്സും കട്ട് ചെയ്തിട്ട് എല്ലാ പണവും ബി ജെ പി കേന്ദ്രത്തിലേക്കാണല്ലോ വരുന്നത്. അത് ക്യാഷായിട്ട് അല്ലെങ്കിൽ ബോണ്ടായിട്ടാണെങ്കിലും എങ്ങനെ ഏതൊക്കെ തരത്തിലാണെങ്കിലും അത് വരുന്നുണ്ട്. അപ്പോൾ പൈസയ്ക്ക് യാതൊരു പ്രശ്നമില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പൈസ കൊടുത്തിട്ടാണെങ്കിലും ഒരു വോട്ടിന് 5000 10,000 കൊടുത്തിട്ടാണെങ്കിലും ആ വോട്ട് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ഈ അണ്ണാ ഡി എം കെ സഖ്യത്തിനുണ്ട്, ബി ജെ പി സഖ്യത്തിന്. അത് അല്ലാതെ ആരെയൊക്കെ കേസിൽ കൊടുക്കണോ അതെല്ലാം കേസിൽ കുടുക്കി അവരെ എങ്ങനെ താറടിച്ച് കാണിക്കണോ അങ്ങനെയെല്ലാം കാണിച്ച് ആ 2026 ഇലക്ഷന് മുമ്പ് എങ്ങനെ ഇവർക്ക് അനുകൂലമാക്കാം എന്നുള്ളതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ജനങ്ങളിൽ മൊത്തത്തിലൊരു ഭയപ്പാടും കൂടെ സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഇന്നലത്തെ അമിത്ഷായുടെ പത്രസമ്മേളനം കഴിഞ്ഞ ഉടനെ അവിടുത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ 1-2 പേരുടെ ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അവരൊക്കെ വലിയ ഭയമാണ് പറഞ്ഞത്. കാരണം തമിഴ്നാടിൻ്റെ അടിസ്ഥാന തത്വങ്ങളായിട്ട് ഉള്ള കാര്യങ്ങൾ ഈ ബി ജെ പി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭരണം എങ്ങനെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിനെല്ലാം നശിപ്പിച്ച് കളയും, ബേസ് ഇല്ലാതാകും. ഈ മതതീവ്രവാദം മാത്രമായിരിക്കും ഭിന്നാടിസ്ഥാനമായിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു പേടി പലരും പ്രകടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ പേടി എത്രത്തോളം ഈ ജനങ്ങളുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നോ അത്രത്തോളം ഡി എം കെക്ക് ചിലപ്പോൾ അനുകൂലമാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ വിജയോ അല്ലെങ്കിൽ സീമാനോ ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ള സർവേക്ക് വന്നു കഴിഞ്ഞാൽ ജയിക്കുന്ന പാർട്ടി ആരാണോ, ബി ജെ പിയെ ശക്തമായി എതിർക്കുന്ന പാർട്ടി ഡി എം കെ ആണെങ്കിൽ ഡി എം കെയിലേക്ക് ചിലപ്പോൾ വോട്ട് തിരിയാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വേറൊരു മാജിക് സംഭവിക്കുകയാണെങ്കിൽ ഡി എം കെയോടും ചേരാൻ താല്പര്യമില്ല, ഡി എം കെക്കും പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മൂന്നാമത് നിൽക്കുന്നത് നമ്മുടെ വിജയണ്ണൻ്റെ പാർട്ടിയാണ്. അപ്പോൾ അങ്ങോട്ട് സ്ത്രീകളുടെ വലിയ വോട്ട് ഒഴുക്കുണ്ടാവുമെന്ന് അനുമാനിക്കുന്ന ആളുകളുണ്ട്, ചെറുപ്പക്കാരുടെ വോട്ടുകളുണ്ട്. അതുകൂടാതെ ഈ കേഡർ എ ഡി എം കെയുടെ അണ്ണാ ഡി എം കെയുടെ ഒക്കെ കേഡർ വോട്ടുകളുണ്ട്. അടിസ്ഥാനം നമ്മളിപ്പോൾ സി പി എമ്മിൻ്റെ ഒക്കെ വോട്ട് എന്ന് പറയുന്ന പോലെ കേഡർ വോട്ടുകൾ, ബേസായിട്ടുള്ള കുറേ വോട്ടുകളുണ്ട്. അവർ നല്ല വോട്ട് ബേസുള്ള ആളുകളാണ്. അത് ഈ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വോട്ട് അവർക്ക് തന്നെ കിട്ടും.
അപ്പോൾ ആ വോട്ടുകൾ മറിഞ്ഞു കഴിഞ്ഞാൽ, അത് വിജയ്ക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ 2026 ഒരു മാജിക്ക് നമുക്ക് കാണാൻ പറ്റും. കാത്തിരിക്കാം നമുക്ക് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ള അടുത്ത വീഡിയോകളിൽ നമുക്ക് കൊണ്ടുവരാം, ചർച്ച ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അവിടുത്തെ സംഭവ വികാസങ്ങൾ ഇപ്പോഴുള്ള നിലവാരം ഇങ്ങനെയാണ്. ഒരു പേടിപ്പിക്കുന്ന അന്തരീക്ഷം BJP സൃഷ്ടിക്കുന്നു. മൊത്തത്തിൽ രാഷ്ട്രീയം കലുഷിതമായിരിക്കുന്നു സാഹചര്യങ്ങൾ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.